പാലക്കാട് നടന്ന വിമത കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് നേതൃത്വത്തിനെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് ഇപ്പോൾ പാർട്ടി പി കെ ശശിയെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. സെയ്ഫ് സൈനുലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, നേരത്തെ തന്നെ പാർട്ടിയുടെ മറ്റെല്ലാ അംഗത്വങ്ങളിൽ നിന്ന് നീക്കിയിരുന്നു. ബ്രാഞ്ച് അംഗം മാത്രമായിരുന്നു അത് അദ്ദേഹം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ CPM-ൽ നിന്ന് തന്നെ പി കെ ശശിയെ പുറത്താക്കിയിരുന്നു. ഏറെ നാളായി തുടർന്നു വരുന്ന ഒരു അസ്വാരസ്യം ഇതിന് പിന്നിലുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ പാലക്കാട് വിമത കൺവെൻഷനിൽ പങ്കെടുത്തു, അതിൽ നേതൃത്വത്തിനെതിരെ ഒരു നിലപാടെടുത്തു എന്നുള്ളത് ഒരു കാരണമായി എന്നേ ഉള്ളൂ. എന്തായാലും പി കെ ശശി അങ്ങനെ ഒരു നിലപാടെടുക്കാൻ, പി കെ ശശിക്കെതിരെ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പാർട്ടി തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിനിപ്പോൾ ഒരു പെട്ടെന്നൊരു കാരണമായത് ഈ വിമത കൺവെൻഷനാണെന്ന് മാത്രം. അതെ, ജിൽസി സൂചിപ്പിച്ചത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പി കെ ശശി എന്ന് പുറത്തു പോകും എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുണ്ടായിരുന്നുള്ളൂ. അതിനൊരു കാരണം ഇപ്പോൾ വന്നു. ഇപ്പോൾ കാരണം കിട്ടിയപ്പോൾ അത് പുറത്താക്കി. അങ്ങനെ കണക്കാക്കിയാൽ മതി. പി കെ ശശി പാർട്ടിയുമായി ബന്ധം വിച്ഛേദിച്ചിട്ട് കുറേ കാലമാകുന്നുണ്ട്. പാർട്ടിയുമായി ബന്ധം വിച്ഛേദിച്ച് പാർട്ടി നടപടിയെടുത്തതിന് ശേഷവും അദ്ദേഹം KTDC അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോഴല്ല MV ഗോവിന്ദനോട് നമ്മൾ വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുന്നുണ്ട് പി കെ ശശി അവിടെ നിന്ന് മാറ്റിയോ എന്നുള്ളത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അവിടെ നിന്ന് മാറ്റിയിട്ടില്ല, അത് സ്വയമേ എടുക്കേണ്ട തീരുമാനമാണ് എന്നതായിരുന്നു അന്ന് MV ഗോവിന്ദന്റെ മറുപടി. ഫെബ്രുവരി മാസം 19-ാം തീയതിയാണ് അദ്ദേഹം KTDC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. അന്ന് തിരുവനന്തപുരത്ത് വന്ന് രാജിവെച്ച് തിരികെ പാലക്കാട്ടേക്ക് പോവുകയും ചെയ്തു. പിന്നീട് മാധ്യമങ്ങളോട് മൗനമായിരുന്നു മറുപടിയെങ്കിൽ ഇപ്പോൾ ഒരു വിമത കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് പി കെ ശശി തന്റെ നിലപാട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ നീക്കങ്ങൾ തുടങ്ങിയിട്ട് കുറേയായി. പാർട്ടിക്ക് അത് കൃത്യമായ ബോധ്യമുണ്ട്. പാലക്കാട് നിന്നുള്ള നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും. അവർ നേരത്തെ തന്നെ പി കെ ശശി പാർട്ടി വിട്ടു പോകുമെന്ന് കരുതിയിരുന്നതാണ്. UDF-ന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. ഒറ്റപ്പാലത്ത് അദ്ദേഹം 24,000-ൽ പരം വോട്ടിനായിരുന്നു 2016-ൽ വിജയിച്ച് കയറിയത്. അവിടെ മണ്ണാർക്കാട് പ്രദേശത്ത് അദ്ദേഹത്തിന് കുറച്ച് സ്വാധീനമുള്ള സ്ഥലങ്ങളുമുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പി കെ ശശിയുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ അവിടെ മത്സരിക്കുകയും ചില പാർട്ടിയുടെ വോട്ടുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ ആത്മവിശ്വാസത്തിലാണ് പി കെ ശശി UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാമെന്ന തീരുമാനം എടുത്തത്. അങ്ങനെ തീരുമാനമെടുക്കുമ്പോഴും പാർട്ടി വിട്ടുപോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല. പരസ്യമായൊരു തീരുമാനം ഉണ്ടായില്ല. അതിനൊരു കാരണം അദ്ദേഹം കണ്ടെത്തുകയായിരുന്നു. ഈ വിമത കൺവെൻഷനിലൂടെ UDF-മായി നേരത്തെ ധാരണയിൽ ആയതാണ്. അവിടെ ഒറ്റപ്പാലത്ത് UDF മത്സരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട്. ആ ഉദ്ദേശിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ അദ്ദേഹം ഏതാണ്ടൊരു 2-3 ആഴ്ച മുമ്പ് തന്നെ ഫോണിൽ വിളിച്ച് UDF-ന്റെ സ്ഥാനാർത്ഥി ഞാനാണ്, അതുകൊണ്ട് എല്ലാ സഹായ സഹകരണങ്ങളും വേണം എന്ന് അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയാകാൻ ഇരുന്ന ആളെ ഫോണിൽ വിളിച്ച് അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ച ആളാണ് പി കെ ശശി. ഇതെല്ലാം പാർട്ടി നേതൃത്വം അറിയുന്നുണ്ടായിരുന്നു. അപ്പോഴും പാർട്ടി നേതൃത്വം മൗനമായിരുന്നത്. ഇതിൽ പരസ്യമായ ഏതെങ്കിലും തരത്തിൽ പ്രതികരണം വന്നാൽ മാത്രമേ ഒരു ആക്ട് ചെയ്യാൻ വേണ്ടി പാർട്ടിക്ക് കഴിയുകയുള്ളൂ. പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് വെറുതെ ഒരാളെ പുറത്താക്കാൻ കഴിയില്ല. ഒന്നുകിൽ കമ്മീഷന്റെ റിപ്പോർട്ട് വേണം, അല്ലെങ്കിൽ അദ്ദേഹം പരസ്യമായ നിലപാട് സ്വീകരിക്കണം, അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന ബോധ്യം വേണം. ഇത് മൂന്നും പാർട്ടിക്ക് മുന്നിൽ ഇല്ലായിരുന്നു. ഒരു പരസ്യ നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നപ്പോൾ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിനിടയിൽ തന്നെ ഈ വിഷയം വരുന്നു. വിമത കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. അപ്പോൾ തന്നെ ആ കമ്മിറ്റി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ആകുന്നുള്ളൂ. സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോടും അതുപോലെ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോടും VK സുരേഷ് ബാബു സംസാരിച്ചിട്ടുണ്ടാകണം. അവരുടെ കൂടി അനുമതിയോടെയാണ് അദ്ദേഹത്തെ പുറത്താക്കിയതായുള്ള പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പി കെ ശശി ഉയർത്തുന്ന വെല്ലുവിളിയെ വളരെ നിസ്സാരമായിട്ടാണ് CPM നേതൃത്വം കാണുന്നത് എന്നുള്ളതും നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കണം. സുരേഷ് ബാബുവിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കണം. എതിലേക്കൂടെയെങ്കിലും പോകുന്ന വഴിയിൽ പോകുന്നതിനൊക്കെ സ്ഥാനാർത്ഥിയാകുന്നതിന് ഞങ്ങൾ എന്ത് വേണം, CPM-ന് ഇടതു മുന്നണിക്ക് അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന വാചകമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പിന്നീട് കുട പിടിച്ചവനും അടുക്കളപ്പണി ചെയ്തവനും എന്ന വാചകം ഉദ്ദേശിക്കുന്നത് അത് പാലക്കാട് നിന്ന് തന്നെ ഉള്ള മലമ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സുരേഷിനെ കുറിച്ചാണ്, സുരേഷിനെ കുറിച്ചാണ്. VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന സുരേഷിനെ കുറിച്ചാണ് അത് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. അത് VS-ന്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കുന്ന ആളായിരുന്നു സുരേഷ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന് അഭിസംബോധന ചെയ്ത വാചകങ്ങൾ. അത് കടുത്ത അമർഷത്തോടു കൂടിയുള്ള വാചകങ്ങളാണ് ഉപയോഗിച്ചത്. എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ പാർട്ടി നേതൃത്വം കാത്തിരിക്കുകയായിരുന്നു. ഈ ശശിയുമായി കിട്ടാൻ പാർട്ടി നേതൃത്വം കാത്തിരിക്കുകയായിരുന്നു. പാലക്കാട് നടന്ന വിമത കൺവെൻഷനിലൂടെ ആ കാരണവും പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നു. അങ്ങനെ പി കെ ശശി പാർട്ടിയിൽ നിന്ന് CPM-ൽ നിന്ന് പുറത്തായിരിക്കും.